രാവിലെ കേട്ടോ നമുക്ക് കേക്കിൻ്റെ ഓർഡർ കിട്ടുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. 1/2 kg വൈറ്റ് ഫോറസ്റ്റ് മതി, ബർത്ത്ഡേ കേക്കാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ കേട്ടോ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ നടുക്കത്തെ ലെയറിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞാനെന്ത് മുകളിലത്തെ ലെയർ എടുത്ത് മാറ്റിയിട്ട് ഞാൻ നടുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. ഇല്ലെങ്കിൽ എനിക്കൊരു ഒരു അസ്വസ്ഥതയാണ്. എനിക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ട് പറ്റത്തില്ല, ഞാനത് ഒഴിച്ചിരിക്കും ഞാൻ. അതെനിക്കൊരു ശീലമായിപ്പോയി. ഇനി ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുമ്പോൾ മാത്രം അതൊന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം, അല്ലാണ്ട് എന്നെക്കൊണ്ട് അത് മാറ്റാനായിട്ട് പറ്റത്തില്ല. മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ടുള്ളൊരു കേക്ക് ജീവിതം എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഗണേശം ഉണ്ടാക്കാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ പിന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും മിൽക്ക് മെയ്ഡ് കേക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്തു കേട്ടോ. അപ്പോൾ കേക്കിൽ പേരെഴുതാനായിട്ട് ഞാൻ മെസ്സേജ് അയക്കാനായിട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചില്ലായിരുന്നു. അപ്പോൾ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പറയുന്നത് കുഞ്ഞു പിള്ളേരാണ്, 6 month ആയിട്ടുള്ള ഹാഫ് ബർത്ത്ഡേ കേക്കാന്നുള്ള കാര്യം അറിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇച്ചിരി നേരത്തെ അറിയായിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്തേനെ. അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ അറിയുന്നത്. കളറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.